ഹലോ ഗെയ്സ്, അങ്ങനെ നമ്മളിതാ നമ്മളെ സൈറ്റ് ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. സൈറ്റ് ലൊക്കേഷൻ വന്നപ്പോൾ നമ്മൾക്കൊരു അതിഥി നമ്മളെ കൂടെ ഒരാൾ വന്നിട്ടുണ്ട്. നമ്മൾ സ്വീകരണം വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുണ്ട് നമ്മുടെ കൂടെ. അത് കടിക്കുമോ എന്താണെന്ന് അറിയില്ല, ചിലപ്പോൾ കടിക്കുമായിരിക്കും. ഫുഡ് എടുത്ത് കഴിക്കണം. മൊബൈൽ കിട്ടിയാ? ഫുഡ് എന്തെങ്കിലും കിട്ടിയാ? അതിൻ്റെ കാൽപ്പത്തി കണ്ടില്ലേ? അത് വെക്കുമ്പോ ഇങ്ങനെ പരന്ന് പോണോണ്ടാ, ആനയുടെ കാല് പോലെ. ആ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ദുഃഖത്താണ്. ഇനിയിപ്പോൾ ഒരു വർക്കിന് പോകണം കേട്ടോ. ഞങ്ങൾ സൈറ്റിലേക്ക് പോകണം. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറുണ്ട്. 125 കിലോമീറ്റർ പോകണം. തഹ്ലിയില്ല, താലിൻ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ പോണത്. അവിടെ പോകുമ്പോൾ ഇതുപോലത്തെ സെറ്റപ്പ്. ഇതാണ് ദുഃഖം ടൗണ് പോലത്തെ ഏരിയ ആണത്. ഇവിടെ ഇതൊക്കെ തന്നെ ഉള്ളു ടൗണ്. ഏകദേശം ഒരു 5 വർഷമായിട്ടുള്ളൂ ഇങ്ങനൊക്കെ ആയിട്ട് അല്ലേ. ആയി വരുന്നുള്ളൂ. ഇവിടെ ഒരുപാട് കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ അപ്പുറത്തൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ സിറ്റി ആയി വരണുള്ളൂ. കാരണം ഇവിടെ ഒരു റിഫൈനറി ഉണ്ടല്ലോ, മറ്റേ ദുഃഖം റിഫൈനറി ഉണ്ട്. അത് വന്നതിന് ശേഷം, അത് ഇതുപോലെ 5-6 വർഷമായി ഉണ്ടാവുള്ളൂ വന്നിട്ട്. അതിന് ശേഷമാണ് ഇവിടെ ഡെവലപ്മെന്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്ന വഴി വെച്ചാൽ ഇതിപ്പോൾ ഹൈമ റോഡാണ്. മസ്കത്തിൽ നിന്ന് ദുഃഖം വന്ന് ദുഃഖത്തിൽ നിന്ന് ഹൈമയിലേക്ക് പോണ വഴിയാണ്. പക്ഷെ ഹൈമയിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് കട്ട് ചെയ്ത് ഹൈമയിലേക്ക് എത്തണ്ട, ഇവിടുന്ന് തന്നെ കുറച്ച് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് സലാലേക്ക് പോണ വേറൊരു വഴിയുണ്ട്. ആ വഴിയിലാണ് നമ്മൾ സൈറ്റ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ അവിടുന്ന് ഇനി എപ്പോഴാണ് ഇറങ്ങാന്നറിയില്ല. പോണ വഴികളിൽ എനിമൽ ക്രോസിംഗ് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞത്. നോക്കി നോക്കാം. പതുക്കെ പോകാൻ പറ്റുള്ളൂ, സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. അല്ല, ടൗണ് കഴിഞ്ഞിട്ടാ. ടൗണിൽ നിന്ന് കുറച്ച് കൊണ്ട് വന്നോളൂ. അപ്പോഴത്തേനും പിന്നെ ഒഴിഞ്ഞ പ്രദേശമായി. അവിടെ ചെറിയ ഡാം കണ്ടിടാം. അപ്പോൾ വെള്ളമൊന്നുമില്ല, എന്നാലും ഒരു തടയണം. ഡാം പറ്റില്ല, ചെറിയൊരു തടയണം. അതിൻ്റെ അപ്പുറത്ത് ക്യാമ്പുകളൊക്കെ ഉണ്ട്. കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെ ക്യാമ്പുകൾ കാണുന്നുണ്ട്. ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ക്യാമ്പുകളായിരിക്കും. പോർട്ടബിൾ ക്യാമ്പാണത്, പെർമനൻ്റ് അല്ല. ഇല്ല, എന്നിട്ടൊരു ചെറിയൊരു ഡാമിൻ്റെ തടയാണ് വെച്ചിരിക്കുന്നത്. അവിടെ അതിന് വെള്ളം നടന്ന് പോവാം. ബ്ലോക്കിംഗ് ഒന്നുമില്ല. വെള്ളം അത്ര വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ അങ്ങനെ ചാടി പോയി വെക്കും. അപ്പോൾ അതങ്ങനെ വാദിയിട്ടാണ് പോകുന്നത്. സലാല റൈറ്റ്. നമുക്ക് ഇവിടുന്ന് റൈറ്റാണ് പോകേണ്ടത്. ഫസ്റ്റ് റൗണ്ട് പോയിട്ട് കിട്ടി. അപ്പോൾ ബഡീസ് ഇതാണ് രണ്ടാമത്തെ റൗണ്ട് പോയിട്ട്. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഹൈമേക്ക് പോകാൻ പറ്റും. ഹൈമേന്ന് പിന്നെ സലാല ബോർഡാണ് ഹൈമ. നമ്മൾ പോകുന്നത് എയർപോർട്ട് റോഡാണ്. അപ്പോൾ സലാല ബോർഡുണ്ട്. സലാല ഈ വഴി കുറച്ച് പോയി കഴിഞ്ഞാൽ അവിടെ റോഡ് പോയിട്ടുണ്ട്. അവിടുന്ന് നേരെ പോയി കഴിഞ്ഞാലാണ് ദുഃഖം എയർപോർട്ടിൽ പോകും. നമുക്ക് അവിടെ റൈറ്റ് ദുഃഖം എയർപോർട്ട്. അതാണ് എയർപോർട്ടിൽ പോകുന്ന വഴി. അവിടെ ഇത് നമുക്ക് സലാല റോഡ് കംപ്ലീറ്റ് വീതി കുറഞ്ഞിട്ട് മൊത്തത്തിൽ മാറി. ഇതാണ് ഇവിടുത്തെ ഈ റോഡിൻ്റെ അവസ്ഥ. ഇനി ഇവിടുന്ന് സലാലേക്ക് ഇവിടുന്ന് 5 കിലോമീറ്റർ നമുക്ക് പോകേണ്ടത് ഒരു 100 കിലോമീറ്റർ. ഇനി പോണ വഴിയിൽ ചിലപ്പോൾ ഓട്ടങ്ങളൊക്കെ ക്രോസിംഗ് ഉണ്ടാവും. ശ്രദ്ധിച്ചു വേണം പോകാൻ. അതുകൊണ്ട് നമ്മൾ രാത്രി റോഡ് യൂസ് ചെയ്യാറുണ്ട്. വണ്ടിക്ക് എന്തോ പണി കിട്ടിയിട്ടുണ്ട്. ഇതിലൊക്കെ ഇറങ്ങി ട്രാക്ക് ഇറങ്ങി പോയേക്കണ. എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ പാവങ്ങള്. ഇതാണ് ടൗൺ കേട്ടോ. മുത്തുമണീസേ, നമ്മളൊരു വലിയ ടൗണിലെത്തി. ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവും. അതിനെ ചുറ്റിപ്പറ്റി കുറെ കടകളും ടൗൺ കഴിഞ്ഞു. ഒരു ടൗൺ കയറി ഇറങ്ങി ഇത്രയും ചെറിയ ടൗൺ നാട്ടിൽ പോലും കണ്ടില്ല. കിട്ടി മക്കളെ, കിട്ടി. കടുവനെ കിട്ടി, കടുവ. ഹലോ ഗൈസ്, ഹായ്. എവിടെ പോണ്? രണ്ടാളും കൂടെ കറങ്ങാറങ്ങിയൊക്കെ. അവിടെ വലിയ മരങ്ങൾ കണ്ടില്ല. അവിടെ ആണോ വലിയൊരു വാദിയാണ് ഈ വരുന്നത്. മൊത്തത്തില് മാറിയിട്ടാക്ക. ഈ ലാൻഡ്സ്കേപ്പ് മൊത്തത്തില് മാറി. വെള്ളം മണ്ണല്ലേ. ഇവിടെ കടലടുത്താണ്. കുറച്ചാണ്ട് മൊത്തത്തില് വെള്ളം അല്ലേ. റോഡ് വരെ വെളുത്തുപോയി.
ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത, പെട്ടെന്ന് ചേഞ്ച് ആവും. വേറെ ലോകമായില്ലേ? അതന്നെ, നമ്മൾ ഈ യാത്രയാണല്ലേ എത്ര ടൈപ്പിലുള്ള ലാൻഡ്സ്കേപ്പുകൾ ഉണ്ട് അല്ലേ? ഒരു ദുഃഖം പറയുന്നത് പല ടൈപ്പ്. ഫുള്ള് വെള്ളത്തിൽ വെള്ള കാറ്, ബോട്ടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കടൽ ഇപ്പൊ അടുത്ത് തന്നെയാണ്, ഇതപ്പം തന്നെ കടല്. ഇതെന്തോ ഫുഡിന് വേണ്ടി വന്നുള്ളതാണ് ഇവിടെ. ഒട്ടകം. ആശാനെ നിക്കാശാനെ, നിക്കാശാനെ. എടാ മോനെ നിക്കണം, ഞങ്ങളവിടെ എത്തിട്ട് നീ വെക്കൂ, ഒരു പ്രശ്നമില്ല. ഞങ്ങൾ നിന്നെ ഓടിക്കാൻ പറഞ്ഞല്ലടാ, നിന്നെ കാണാൻ പറഞ്ഞാണ്. വെള്ളം കുടിക്കടാ, കുടിച്ചോ? അതിന്റെ കാൽപ്പത്തി ഉണ്ടല്ലോ, നമ്മളെ നാട്ടിലെ കുളമ്പ് പോലെയല്ല. എന്താ ഫുഡ് കഴിക്കുന്നത്? അവിടെ കോഴിയൊക്കെ ഉണ്ട്, ഇവിടെ കോഴി വളർത്തലൊക്കെ ഉണ്ട്. ഗൈസ്, ഞങ്ങളിത് പ്ലാന്റിലെത്തി. ഇവിടെ ചെറിയൊരു പ്ലാന്റ് ആണ്, ചെറിയൊരു സീ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണിത്. ചെറുതാണ് ഇത്. റെക്കമെൻഡേഷൻ ഇതിനുണ്ട്. പിന്നെ 1 2 3 4 5 ടാങ്ക് ഉണ്ട്. ഇവിടെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ട്. അതെന്താ മുരിങ്ങയുടെ ഇത് വെള്ളം ഒഴിച്ചിട്ടില്ല, വെള്ളം ഒഴിച്ചിട്ട് 2 ദിവസം ആയതുകൊണ്ട്. ഇതാണ് നമ്മളെ സാധനം, കരിമ്പ്. ഇവിടുത്തെ സ്കൂളാണ് കാണുന്നത് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് കൂടെയാണ് റോഡ് പോണത്. നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് ഓഫ് റോഡ് കയറിയതായി പ്ലാന്റിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല ക്ലൈമറ്റ് കേട്ടോ. സൂര്യനെ അന്ന് കണ്ടിട്ടും കൂടി ഇല്ല നമ്മൾ. ഇവിടെ വെള്ളം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ട്, ഇതിൻ്റെ അടിയിൽ ട്രെയിൽ. ഗൈസ്, അങ്ങനെ നമ്മളെ സൈറ്റിൽ കൂടെ ഒട്ടകങ്ങൾ വരിയായി ഇങ്ങനെ നടന്ന് പോകുന്നു. മന്ദം നേരത്തെ വന്ന അത് മറ്റേ സ്കൂളതാ കാണാം കേട്ടോ. നേരത്തെ വന്നപ്പോൾ നമ്മൾ കണ്ടില്ലേ, അപ്പോൾ അവരിവിടെ കുറേ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട്, പാസ് ചെയ്ത് പോകുന്നുണ്ട്. കേസ് നമ്മൾ വരുന്ന വഴിക്ക് കണ്ടതായിരുന്നു നേരത്തെ ഈ വണ്ടി. ഇത് വീലൊക്കെ ഇതായി കിടന്നായിരുന്നു കേട്ടോ. അതുവരെ അത് ശരിയായിട്ടില്ല കേട്ടോ, അവർ ശരിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാവങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടോ. ഈ ട്രാക്ക് നോക്കി ആ അപ്പുറത്തെ സൈഡിൽ കാണുന്നുണ്ടോ, ആ വണ്ടി ഇറങ്ങിപ്പോയുള്ളതാണ്. എത്ര ദൂരം കടന്നു പോയി നോക്കി കണ്ടോ. ഇത്ര ദൂരം അവർ കടന്നു പോയിട്ടാണ് ഇതാക്കിയത്. ഭാഗ്യത്തിന് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വിചാരിക്കണം. ഒന്നും സംഭവിച്ചില്ല എന്ന് വിചാരിക്കണം, സംഭവിക്കാതിരിക്കട്ടെ.